ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സൺഡേ മോർണിംഗ് ആണ്. എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓൺലൈൻ മാസം കാണണം, കണ്ടിട്ട് കുക്കിങ്ങിലോട്ട് കയറുക ഗൈസ്. ആക്ച്വലി ചെറിയ രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്താ പറയുക, മുട്ട പുഴുങ്ങുക, അതേപോലെ പൊട്ടറ്റോ പുഴുങ്ങുക, ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഉള്ളി അരിയാനും അങ്ങനെ ഇതിലൊക്കെ തക്ക സമയത്ത് നോക്കിയപ്പോൾ ഉള്ളിയില്ല, ഒറ്റ ഉള്ളി ഉള്ളൂ. പിന്നെ എന്തോ ഭാഗ്യത്തിന് കുഞ്ഞുള്ളി ഞാൻ നേരത്തെ തന്നെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുള്ളിയാണ് ഞാൻ ഇന്നത്തെ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതിന് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. സോ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കണ്ടോ, ഇത് ഫുള്ളുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ അരിഞ്ഞു. അപ്പോൾ അങ്ങനെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു മൊത്തം എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചിക്കൻ കട്ട്ലേറ്റും അതേപോലെ തന്നെ പ്രോൺ ബിരിയാണി അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൊളിച്ച സർപ്രൈസ്. ഓക്കെ, അപ്പോൾ ഈ 2 ഐറ്റംസ് ആണ് ഞാൻ ചെയ്യുന്നത്. പ്രോൺ ബിരിയാണിയും ചിക്കൻ കട്ട്ലേറ്റും ബോയിൽഡ് എഗ്ഗും ആണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അച്ഛൻ ഇന്തോനേഷ്യയിലായിരുന്നു ഇപ്പോൾ ഒരു 3 weeks ആയിട്ട്. അപ്പോൾ ഇന്നിപ്പം ഉച്ചയ്ക്ക് തിരിച്ചു വരും. അപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ് ഞാനിപ്പോൾ. കുറേ ദിവസത്തെ എന്താ പറയുക, ഇന്തോനേഷ്യൻ ഫുഡിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ അടിപൊളി ഫുഡ് കിട്ടുമ്പോഴത്തെ ഒരു സർപ്രൈസ് മുഖം നമുക്ക് കാണാം. അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന ആ ഒരു കാണുമ്പോൾ ഒരു സമയത്ത് എന്താ പറയുക, ആ മുഖത്തിന്റെ ഭാവമൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ എന്തോരം ഹാപ്പിയാണെന്നുള്ളത്. കാരണം അവർക്ക് അവിടെ ഇച്ചിരി ഈ പറയുന്ന കണക്ക് 9 മണിക്ക് ശേഷം ഫുഡ് കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയായിരുന്നു. പിന്നെ സ്റ്റിക്കി റൈസ് മാത്രമായിരുന്നു കിട്ടുന്നതൊക്കെ. പിന്നെ ഫ്രൂട്ട്സും സ്റ്റിക്കി റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വന്നിട്ട് വിശേഷങ്ങളും കേൾക്കാം. അതേപോലെ തന്നെ ഈ ഫുഡ് കിട്ടുമ്പോഴത്തെ അടിപൊളി എക്സ്പ്രഷൻ കാണാം. ഓക്കെ, പിന്നെ ഞാൻ ഇന്നലെ രാത്രിയാണ് പ്ലാൻ ചെയ്യുന്നത് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എൻ്റെ കയ്യിൽ സാധനങ്ങൾ മിന്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ് ഒന്നും ഇല്ല. പക്ഷെ ഞാനിവിടെ മിന്റ് ലീഫും കൊറിയാണ്ടർ ലീഫും എനിക്ക് ഹാൻഡി ആയിട്ട് നിപ്പുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. മല്ലി, പുതിന, ഞാൻ പ്രോൺ കഴുകുന്നത് നാരങ്ങാനീരും ഉപ്പും വെച്ചിട്ടാണ്. നേരത്തെ ഞാൻ എടുത്ത് വെച്ച മസാല കൂട്ടുകൾ ഈ പ്രോണിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ പോവാം കേട്ടോ. ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസ്, ബേ ലീവ്സ്, പെരുംജീരകം, ബിരിയാണി ഇല, അതേപോലെ നമ്മുടെ ഉള്ളി അരിഞ്ഞതും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മസാല അതും നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിനെ ഒന്ന് വാട്ടിയെടുക്കും. ഇതിനിടയ്ക്ക് തക്കാളി ഇടുന്ന സമയത്ത് ഞാൻ നമ്മുടെ അരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് 30 മിനിറ്റത്തേക്ക്. ഇനി നമ്മുടെ ആ വാട്ടി വെച്ച മസാലയിലേക്ക് കൊറിയാണ്ടർ പൗഡറും അതേപോലെ കുറച്ച് ഇലകളും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം കൊഞ്ചിനെ ഇട്ട് കൊടുക്കും. കൊഞ്ചിനെ ഇട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. തേങ്ങാപ്പാലിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലും കൂടെ ഈ മിക്സിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം അരിയും ചേർത്ത് നമ്മുടെ കുക്കർ അടച്ചു വെക്കാൻ പോവാണ്. ഇനി കുക്കർ അടച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സാധാരണയായും നമ്മൾ ആവി പുറത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ വിസിലിടാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, വിസിലിട്ട് കഴിഞ്ഞ് വിസിലടിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഒരു 10 minutes കഴിയുമ്പോഴത്തേനും വിസിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഈ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക കുക്കർ. ഓക്കെ, പിന്നെ പ്രഷർ പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കുക, അടിപൊളിയായിട്ട് കുക്കായോ നോക്കണം. അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ചോറ് ഇച്ചിരി കൂടെ കുക്കാവാനുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അടച്ച് കുറച്ച് നേരം കൂടെ മാറ്റി വെക്കുക. സോ ഗൈസ്, എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അടിപൊളിയായിരിക്കും എന്നുള്ളത്. സോ ആ തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെ നന്നായിട്ട് ആ ചോറിലേക്കും പ്രോണിലേക്കും ഒക്കെ പിടിച്ചതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. അതേപോലെ ഈ ചിക്കൻ കട്ട്ലേറ്റ് റെസിപ്പി ഉണ്ടല്ലോ, ഉടനെ തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. നല്ല റിവ്യൂസ്, ഒരുപാട് പേരുടെ നല്ല റിവ്യൂസ് കിട്ടിയൊരു റെസിപ്പിയാണ്. അപ്പം ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുകയാണ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ടാക്സി എത്തിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ കയറി വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷം ഉടനെ. ഇന്തോനേഷ്യയിലെ കൊടയുമൊക്കെ ആയിട്ടാണ് ആളുടെ വരവ്. പിന്നെ ആളൊന്ന് കുളിക്കാൻ പോയ സമയം കൊണ്ട് ഒരു അടിപൊളി റിഫ്രഷിങ് ലൈം ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്.
അങ്ങനെ ഞാൻ ഫുഡ് വിളമ്പാണ്. ഇനി നമുക്ക് ഇന്തോനേഷ്യൻ വിശേഷങ്ങളും അതേപോലെ ഫുഡിന്റെ റിവ്യൂവും കേൾക്കാം. Prawn Biryani വ്യത്യസ്തമായി ഇருக்கு. വിത്ത് മുട്ട. അച്ഛൻ പറയോ അവിടുത്തെ മറ്റേ എന്താ പറയുന്നത് ഇന്തോനേഷ്യയിലെ എന്തോ ഫുഡ് കഴിക്കാൻ കിട്ടിയെന്നൊക്കെ? നമ്മുടെ ഇതുപോലത്തെ ഉള്ള ഇന്ത്യൻ ഫുഡ് അങ്ങനെയൊക്കെ കിട്ടുമോ? അല്ലല്ല, നമുക്ക് അവിടെ കൂടുതലും മറ്റേ അവിടുത്തെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസിയാണ്. ഭയങ്കര മുളകിടും, ഒത്തിരി മുളകിടും. നമ്മുടെ കാന്താരി ഒന്നുമല്ല, അവരുടെ കയ്യിൽ അതിനെക്കാട്ടിലും വീര്യം കൂടി ഏതാണ്ട് സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ആഹാരം നല്ല ആഹാരം, പക്ഷെ കൂടുതൽ സ്റ്റിക്കി റൈസ് അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ പോയി സ്റ്റിക്കി റൈസെല്ലാം കഴിച്ചിട്ട് എനിക്ക് 2 ദിവസം എനിക്ക് വയറ്റിന്ന് ശരിക്കും പോയില്ല. പിന്നെ അവിടെ പോയി ഡോക്ടറിനെ ഒക്കെ കണ്ട് അവരൊരു മരുന്നൊക്കെ തന്നിട്ടാണ് പിന്നെ പോകാൻ തുടങ്ങിയത്. പെട്ടെന്നുള്ള ചേഞ്ച്. പിന്നെ ഇവിടുത്തെ ആഹാരം പോലെ അല്ല അവിടുത്തെ ബാക്ടീരിയ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. സോ പക്ഷെ ഓരോ നമ്മള് ഇന്ത്യൻ ഇതുമായിട്ട് കുറെയൊക്കെ ഇണങ്ങി ചേരുന്ന ആഹാരങ്ങളാണ് അവരുടെ. ഭയങ്കര ഹെക്ടിക് ആയിരുന്നു വർക്ക് സ്കെഡ്യൂൾ ഒക്കെ. ഏകദേശം 20 hours 24 hours ഒക്കെ ആയിരുന്നു. ചില ദിവസങ്ങളിൽ ഒരു മിനിമം 13 hours ഒക്കെ ഡ്യൂട്ടി ഉണ്ട്. ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഫുൾ ടൈം അവിടെ കാണില്ല. അവിടുത്തെ ആൾക്കാരൊക്കെയോ ഇന്തോനേഷ്യക്കാരാണോ? നല്ല ആൾക്കാർ, ഇന്തോനേഷ്യൻസ് ഉണ്ട്. പിന്നെ അവിടുത്തെ പപ്പുവ ന്യൂഗിനിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിന്റെ ട്രൈബിലെ ആൾക്കാരുകളുണ്ട്. പിന്നെ ഓസ്ട്രേലിയൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്. പക്ഷെ എല്ലാവരും സ്വീഡിഷ് ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ എന്താ പറയുക, ബൗണ്ടറീസ് ഇല്ലാതെ എല്ലാവരും ഭയങ്കര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണവും സ്നേഹവും പിന്നെ നല്ല ആത്മാർത്ഥതയൊക്കെ ആയിട്ടാണ് അവിടെ എല്ലാവരും കഴിയുന്നത്. കാരണം അവിടെ അതേ ഉള്ളൂ. ജോലിക്ക് പോവുക, പിന്നെ ഈ ഉള്ള ഈ കൂട്ടായ്മകൾ, എല്ലാവരുടെയും ഫാമിലികൾ അവരവരുടേതായിട്ടുള്ള ഹോം കൺട്രിയിലാണ്. കാരണം അവിടെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടല്ല. സോ അത് എപ്പോഴും മഴയല്ലേ? ഉച്ച കഴിയുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഫുള്ളും മഴയാണ്. അടിപൊളി. അപ്പൊ തിരിച്ചു വന്ന് നമ്മുടെ അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ റെഡിയാണോ? പിന്നല്ല, ഫുൾ ജോഷ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നല്ല കറക്റ്റ് എരിയും ഫ്ലേവർ ഒക്കെ ഗാർലിക്കിന്റെ ടേസ്റ്റ് കറക്റ്റാ. അടിപൊളി ഗൈസ്.